Good afternoon. നമ്മൾ ലാസ്റ്റിൽ എടുത്തത് പോഡോഫില്ലത്തിൻ്റെ കീനോട്ട് ഫീച്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും ആ സിംറ്റംസെല്ലാം വിചാരിക്കുന്നു. കീനോട്ട് ഫീച്ചേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു പോഡോഫില്ലത്തിൻ്റെ കീനോട്ട്സ്? പോഡോഫില്ലം എന്ന് പറഞ്ഞാൽ തന്നെ എന്തിൻ്റെ മെഡിസിനാണ്? പോഡോഫില്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മെഡിസിൻ ഫോർ ഡയറിയയ്ക്ക് ആയിട്ടുള്ള മെഡിസിനാണ്. ഡയറിയയുടെ തന്നെ അക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്ന മെഡിസിനാണ്. അപ്പോൾ ഈ ഡയറിയയുടെ പല ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ നിങ്ങൾക്ക് ഇതിന് ഷോർട്ടായിട്ട് പറഞ്ഞു തരുന്നതിന് 4 PAs ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതായത് ഡയറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫ്യൂസ് ആയിരിക്കും, പ്യൂട്ടിഡ് ആണ്, പെയിൻലെസ് ആയിരിക്കും, പിന്നെ എന്താണ് പ്രൊലാപ്സ് ഓഫ് റെക്റ്റം അല്ലെങ്കിൽ പ്രൊലാപ്സ് ഓഫ് ആനെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് പഠിച്ചത്. പിന്നെ നമ്മൾ അതിൻ്റെ മൊഡാലിറ്റിയാണ് പഠിച്ചത്. പോഡോഫില്ലത്തിൻ്റെ ഡയറിയയുടെ മൊഡാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഏർലി മോർണിംഗ് ഡയറിയ, പിന്നെ ഡയറിയ ആഫ്റ്റർ ഈറ്റിംഗ്, അതല്ലെങ്കിൽ പിന്നെ ലോങ് സ്റ്റാൻഡിങ് ക്രോണിക് ആയിട്ടുള്ള ഡയറിയാസ് ആയിരിക്കും, ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഡയറിയ. പിന്നെ ഡയറിയ നമ്മൾ ചിൽഡ്രനിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറിയ വൈൽ ബാത്തിങ്, അതല്ലെങ്കിൽ ബീങ് വാഷ്ഡ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറിയ ഉണ്ട്. പിന്നെ ഹൈലി ഒഫെൻസീവാണ് ഡയറിയ എന്നുള്ളതാണ്. പിന്നെ പ്രൊഫ്യൂസാണ്, പ്രൊഫ്യൂസ്. ആൻഡ് പിന്നെ പ്രൊഫ്യൂസ്നെസ് എങ്ങനെയാണ് കാണിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നമ്മളൊരു നാപ്കിനോ അല്ലെങ്കിൽ ഡയപ്പർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ കൂടെ അങ്ങ് റണ്ണിങ് ഡൗൺ ആണ്. അപ്പോൾ അത് വെച്ചാൽ പ്രൊഫ്യൂസ്നെസ് ഓഫ് ഡയറിയ എന്താണ്? ദ സ്റ്റൂൾ ഈസ് സോക്കിംഗ് ത്രൂ ദ നാപ്കിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയുള്ള മെഡിസിൻ ബെൻസോയിക് ആസിഡ് ആയിരുന്നു. പിന്നെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ടായിരുന്നു. പോഡോഫില്ലത്തിൻ്റെ ഡയറിയ എന്ന് പറയുന്നത് രാവിലെ തുടങ്ങി ഉച്ച വരെ ലൂസ് സ്റ്റൂൾസ് ആയിരിക്കും. ബട്ട് ലേറ്റർ ഓൺ എന്തായിരിക്കും? ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റൂളായിരിക്കും. ഇത് കാണുന്നത് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളത് അലോസിലായിരുന്നു. അപ്പോൾ മോർണിംഗിൽ ഡയറിയ ആയിരിക്കും. മൊഡാലിറ്റി ഓർത്ത് വെക്കുക, ഏർലി മോർണിംഗ് ഡയറിയാണ്. അപ്പോൾ ഡയറിയ കണ്ടിന്യൂസ് ത്രൂ ദ ഫോർനൂൺ ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ നാച്ചുറൽ സ്റ്റൂൺ ഇൻ ദ ആഫ്റ്റർനൂൺ. ഇതാണ് പോഡോഫില്ലം. പിന്നെ പോഡോഫില്ലത്തിൻ്റെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലിവറാണ്. ഞാൻ പറഞ്ഞു പോഡോഫില്ലം ഈസ് എ ലിവർ റെമഡി. അതുകൊണ്ട് തന്നെ അത് ലിവർ റെമഡിയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, അതൊരു റൈറ്റ് സൈഡഡ് റെമഡിയാണ്, ലിവർ റെമഡിയാണ്, ബിലിയസ് ടെമ്പർമെൻ്റ് ആണ്. അപ്പോൾ ബിലിയസ് ആയിട്ടുള്ള പല സിംറ്റംസും ഉണ്ട്. അപ്പോൾ ലിവറിനെ തന്നെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു പോഡോഫില്ലം പേഷ്യൻ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? പോഡോഫില്ലം പേഷ്യൻ്റ് വരുമ്പോൾ എപ്പോഴും ദ പേഷ്യൻ്റ് വിൽ ബി കോൺസ്റ്റൻ്റ്ലി റബ്ബിങ് ദ റീജിയൻ ഓഫ് ലിവർ. ആ ഒരു കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ റബ്ബിങ് അല്ലെങ്കിൽ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇൻ ലിവർ റീജിയൻ. ഇതാണ് പോഡോഫില്ലം. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ റീജിയണൽസ് ആണ്. അപ്പോൾ കീനോട്ട് ഫീച്ചേഴ്സ് എല്ലാം കഴിഞ്ഞു. റീജിയണൽസ് എന്ന് പറയുമ്പോൾ പോഡോഫില്ലം അങ്ങനെ ഒരു പോളിക്രസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ് അല്ല. അപ്പോൾ പോഡോഫില്ലം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ കൂടുതൽ ഇതാക്കിയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ പോഡോഫില്ലത്തിൻ്റെ ചോദിക്കുക എപ്പോഴും അതിൻ്റെ GITയിലുള്ള ഏതെങ്കിലും സിംറ്റംസ് ഒക്കെ, അതായത് ഒന്നെങ്കിൽ GIT മൊത്തമായിട്ട് ചോദിക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ ഡയറിയോ, അതല്ലെങ്കിൽ അതിൻ്റെ അബ്ഡോമിനൽ സിംറ്റം, അല്ലെങ്കിൽ സ്റ്റൊമക് സിംറ്റംസ് ചോദിക്കുക. നമുക്ക് ഓരോന്നായിട്ട് പറയാം. GIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം മൗത്ത് ആൻഡ് ഇറ്റ്സ് എൻഡ്സ് ഇൻ ദ ആനസ്. അപ്പോൾ നമ്മളോടൊരു എക്സാമിന് ഇതിൻ്റെ GIT സിംറ്റമാണ് ചോദിച്ചതെന്ന് വെച്ചാൽ വെറുതെ കുറച്ച് അബ്ഡമിൻ്റെ സിംറ്റവും കുറച്ച് റെക്റ്റത്തിൻ്റെ സിംറ്റം എഴുതിയാൽ പോരാ. അത് കഴിഞ്ഞാൽ സിംറ്റം ഷുഡ് ബിഗിൻ ഫ്രം ദ മൗത്ത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൗത്ത് എടുക്കുകയാണ്, പോഡോഫില്ലത്തിൻ്റെ മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫെൻസീവ് ആയിരിക്കും. ഒഫെൻസീവ് സ്മെല്ല്, ഫൗൾ ബ്രെത്താണ്. ഒന്നാമത് ഈ ലിവറും ഈ ഡൈജഷൻ പ്രോപ്പർ അല്ലെങ്കിൽ തന്നെ എന്തുണ്ടാവും? ഈ ഒരു ഫൗൾ ബ്രെത്ത് ഉണ്ടാവും. അപ്പോൾ ഫൗൾ ബ്രെത്ത് ഉണ്ടാവും. പിന്നെ ഈ ബിലിയസ് ടെമ്പർമെൻ്റ് ആണ്. അപ്പോൾ ഒരു ബൈലിൻ്റെ ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനും അത് സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ നമ്മൾ പോഡോഫില്ലത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ബിലിയസ് ആയിട്ടുള്ള ടെമ്പർമെൻ്റ് ആണ്. അപ്പോൾ ഇവരുടെ മൗത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബിറ്റർ ടേസ്റ്റാണ്. ബിറ്റർ ടേസ്റ്റിൻ്റെ മൗത്ത് നമ്മൾ ബ്രയോണിയിൽ കണ്ടിട്ടുണ്ട്. ബ്രയോണിയിൽ ഇതേപോലെ ഒരു ലിവർ റെമഡി തന്നെ, ലിവറിൽ നല്ല ആക്ഷനുള്ള മെഡിസിനാണ്. അപ്പോൾ ബിറ്റർ ടേസ്റ്റിൻ്റെ മൗത്ത്. പിന്നെ എന്താണ്? ഫൗൾ സ്മെല്ലാണ്, ഫൗൾ ഓർഡർ ഫ്രം ദ മൗത്ത് ഉണ്ട്. പിന്നെ വേറെ മൗത്തിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ട് പറഞ്ഞായിരുന്നു. എന്താണ്? എ കോൺസ്റ്റൻറ്റ് ഡിസയർ ടു പ്രസ് ദ ഗംസ് ടുഗദർ. ഇങ്ങനെ പല്ല് ഇങ്ങനെ ഗംസ് ഇങ്ങനെ കടിച്ച് പിടിക്കാൻ പോകുന്ന ആ ഒരു ഡിസയർ. ഒന്നാമത് എന്താ വെച്ചാൽ അവരുടെ ആ ഒരു ടൂത്തേക്ക് കൊണ്ടാണ് അവർക്ക് ആ സിംറ്റം വരുന്നത്. അപ്പോൾ ടൂത്തേക്ക്. പിന്നെ ഈ പോഡോഫില്ലത്തിൻ്റെ എല്ലാ സിംറ്റംസും എങ്ങനെയാണ്? ഈ കംപ്ലയിൻസ് ഫ്രം ഡെൻറ്റീഷണൽ ഡയറിയ, അതൊക്കെ നമ്മൾ ചിൽഡ്രനിൽ പറഞ്ഞതാണ്. ഡെൻറ്റീഷണൽ ഡയറിയ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞായിരുന്നു എ കോൺസ്റ്റൻറ്റ് ഡിസയർ ടു പ്രസ് ദ ഗംസ് ടുഗദർ. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ടീത്തിൻ്റെ സിംറ്റംസ് വരുന്നത്. പിന്നെ ഈ കോൺസ്റ്റൻറ്റ് ഡിസയർ ടു പ്രസ് ദ ഗംസ് ടുഗദർ എന്ന് പറയുന്നത് വേറെ ഒരു മെഡിസിനിലും ഉണ്ട്. അത് ഫൈറ്റിലൊക്കെയാണ്. ഫൈറ്റിലൊക്കെ ഇതേ സിംറ്റം തന്നെയുണ്ട്. പിന്നെ ഫൈറ്റിലേക്ക് വേറെ സിംറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫീലിംഗ് ആസ് ഇഫ് ടൂത്ത് ഈസ് ഇലോങ്ങേറ്റഡ് അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഇതിനകത്തുള്ള സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഡിസയർ ടു പ്രസ് ദ ടീത്ത് ടുഗദർ.
പ്രസ് ദ ഗംസ് ടുഗദർ. അപ്പോൾ ഇതാണ്. അപ്പോൾ മൗത്തിനകത്ത് നമ്മൾ മൗത്തിൻ്റെ സ്മെല്ല് പറഞ്ഞു, മൗത്തിനകത്തുള്ള ടേസ്റ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ ടീത്തിൻ്റെ സിംറ്റംസ് പറഞ്ഞു, പിന്നെ ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് എസ്പെഷ്യലി ഡ്യൂറിങ് നൈറ്റ്. അപ്പോൾ ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് ഡ്യൂറിങ് നൈറ്റാണ്. ഗ്രൈൻഡിങ് ഓഫ് ടീത്തിൽ വേറെ കുറേ മെഡിസിൻസ് ഉണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെഡിസിൻസ് പറയാം. സിക്യൂട്ട, ആഴ്സാൽബ്, ഹെലിബോറസ് ആൻഡ് ഹയോസൈമസ്. അപ്പോൾ ഗ്രൈൻഡിങ് ഓഫ് ടീത്തിൽ വരുന്നത് സിക്യൂട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേം റെമഡിയാണ്. ആഴ്സാൽബ്, ഹെലിബോറസ് ആൻഡ് ഹയോസൈമസ്. ഹെലിബോറസ് നമ്മൾ വേറൊരു സിംറ്റം ഇതേപോലെ പോഡോഫില്ലത്തിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഹെഡിൻ്റെ സിംറ്റം ആയിരുന്നു. എന്താണ് റോളിംഗ് ഓഫ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ്സ്. റോളിംഗ് ഓഫ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ് കണ്ടീഷൻ ഏതായിരുന്നു? ഹൈഡ്രോസെഫാലസ് പോലത്തെ കണ്ടീഷനിലാണ് നമ്മൾ ആ സിംറ്റം പറയുന്നത്. പിന്നെ അതിനകത്ത് പോഡോഫില്ലത്തിനെ സംബന്ധിച്ച് പോഡോഫില്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മോർണിംഗ് ആണ്. ഒരു കുട്ടി ഇങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കും. കരച്ചിലായിരിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഞരങ്ങൽ പോലത്തെ ഒരു സൗണ്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ മോർണിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ മൗത്തിൻ്റെ സിംറ്റംസ്. പിന്നെ ടങ്ങിലേക്ക് വരാം. അപ്പോൾ ടങ്ങ് നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഒരു GIT അപ്സെറ്റ് ഉള്ള ആൾക്കാരിൽ എപ്പോഴും ഇങ്ങനത്തെ ടങ്ങായിരിക്കും. GIT അപ്സെറ്റ് ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിൽ എപ്പോഴും ഒരു കോട്ടഡ് ടങ്ങാണ് കാണാറ്. അപ്പോൾ യൂഷ്വലി വൈറ്റ് കോട്ടഡ് ടങ്ങ് കാണാറുണ്ട്. എല്ലപ്പോഴും ഈ GIT അപ്സെറ്റിൽ വൈറ്റ് കോട്ടഡ് ടങ്ങ്, അത് നമ്മളിപ്പോൾ വൈറ്റ് കോട്ടഡ് ടങ്ങ് ആൻറ്റി ഗ്രൂഡിൽ കാണാം, ബ്രയോണി അങ്ങനത്തെ എല്ലാ മെഡിസിൻസിനും തന്നെ വൈറ്റ് കോട്ടഡ് ടങ്ങാണ്. ഇപ്പോൾ വൈറ്റ് കോട്ടഡ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കോട്ടഡ് ടങ്ങാണ്, തിക്ലി വൈറ്റ് കോട്ടഡ് ടങ്ങാണ് പറയുന്നത്. പക്ഷേ പോഡോഫില്ലം നമ്മളിപ്പോൾ പോഡോഫില്ലത്തിൻ്റെ ലിവർ അഫെക്ഷൻസ് എടുക്കുകയാണ്. ലിവർ ഇപ്പോൾ നമ്മളോടൊരു ഗോൾ സ്റ്റോൺ, കോളിക് അങ്ങനെ ലിവറിൽ ഒത്തിരി ഇത് മാർക്കഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ പോഡോഫില്ലം എല്ലാ പേഷ്യൻറ്റും ലിവർ അഫെക്ഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ലിവർ അഫെക്ഷൻ മാർക്കഡ് ആണെങ്കിൽ അവരുടെ ടങ്ങിൽ അതിൻ്റേതായ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ പോഡോഫില്ലത്തിൻ്റെ ലിവർ അഫെക്ഷൻ ആകുമ്പോൾ പോഡോഫില്ലത്തിൻ്റെ ടങ് എന്ന് പറയുന്നത് യെല്ലോ കോട്ടഡ് ആണ്. അപ്പോൾ കെൻസ് ലെക്ചേഴ്സിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അപ്പിയറൻസ് പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ ഈ മസ്റ്റാർഡ് പേസ്റ്റ് അപ്ലൈ ചെയ്ത പോലെ തോന്നുന്നു. എ പേസ്റ്റ് ഓഫ് മസ്റ്റാർഡ് ഈസ് ബീങ് അപ്ലൈഡ് ഓവർ ദ ടങ്. എന്ന് വെച്ചാൽ അത്രയും തിക്ലി യെല്ലോ കോട്ടഡ് തിക്ക് ആൻഡ് സ്ലൈമി എന്നാണ് പറയുന്നത്. മഞ്ഞ കട്ട പിടിച്ച ഒരു ടങ്ങാണ് പറയുന്നത്. അത് അപ്പോൾ പോഡോഫില്ലത്തിൻ്റെ ടങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വൈറ്റ് കോട്ടഡ് ടങ്ങാണ് പോഡോഫില്ലത്തിൻ്റെ, വൈറ്റ് കോട്ടഡ് ടങ്ങുമാണ്. പോരാത്തതിന് വൈറ്റ് കോട്ടഡ് ടങ് വിത്ത് ഇംപ്രിൻസ് ഓഫ് ടീത്ത്, അപ്പോൾ നമ്മൾ ഇംപ്രിൻസ് ഓഫ് ടീത്ത് കാണുന്ന കുറേ മെഡിസിൻസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? മെർക്കുറി പ്രധാനമായിട്ട് പഠിച്ചിട്ടുണ്ട്. മെർക്കുറി, ആഴ്സാൽബ്, പോഡോഫില്ലം, ഇങ്ങനത്തെ മെഡിസിൻസ്. പിന്നെ എല്ലാം തന്നെ ഈ ഒരു ഇംപ്രിൻറ്റഡ് ടീത്താണ് കാണുന്നത്. ഇംപ്രിൻസ് ഓഫ് ടീത്ത് അല്ല ഇൻഡൻറ്റഡ് ടീത്ത് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഈ ഫൈറ്റിലൊക്കെയും കാണാം, പോഡോഫില്ലത്തിൽ കാണാം. പോഡോഫില്ലം ഇത് എല്ലാപ്പോഴും ആദ്യം നമ്മൾ ഓർക്കുന്ന മെഡിസിൻ മെർക്കുറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പോഡോഫില്ലം ഈസ് കോൾഡ് വെജിറ്റബിൾ മെർക്കുറി. പല സിംറ്റംസും മെർക്കുറിയുടെ പോലെ തന്നെയാണ് പോഡോഫില്ലത്തിന് കാണിക്കുന്നത്. അപ്പോൾ ഇനി മൗത്തിൻ്റെ സിംറ്റം പറഞ്ഞു. ടങ്ങിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ ടങ് ഈസ് ബ്രോഡ്, ലാർജ്, മോയിസ്റ്റ് ആൻഡ് ഫൗൾ, പ്യൂട്രിഡ് ടേസ്റ്റ് ആണ്. ആൻഡ് ബേണിംഗ് സെൻസേഷൻ ഓഫ് ദ ടങ് ഉണ്ട്. നെക്സ്റ്റ് കമ്മിങ് ടു ദ സ്റ്റൊമക്കിൽ വരുമ്പോഴത്തേനും ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. വെച്ചാൽ ലിവർ അഫെക്ഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ എന്തായാലും ഈ ഒരു ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ടാവാറുണ്ട്. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. പക്ഷേ ഇതിനകത്ത് വേറെ ഡിസയർ ഉണ്ട്. പോഡോഫില്ലത്തിന് ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ആണ് ആൻഡ് ഡിസയർ ഫോർ സവർ തിങ്സ്. പോഡോഫില്ലത്തിന് ഡിസയർ ഫോർ സവർ തിങ്സ് ഉണ്ട്. സവർ തിങ്സ് ഡിസയർ ചെയ്യുന്ന അതർ മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിഗ്രൂഡിൻ്റെ അതിനകത്ത് ഡിസയർ ഫോർ സവർ തിങ്സ് ഉണ്ട്. ഹെപ്പാർ, ഫോസ്ഫറസ്, വെരേട്രം, ഇതിനൊക്കെ തന്നെ എന്താണ്? ഡിസയർ ഫോർ സവർ തിങ്സ്. അപ്പോൾ ആൻറ്റിഗ്രൂഡ്, ഹെപ്പാർ, ഫോസ്ഫറസ് ആൻഡ് വെരേട്രം. അപ്പോൾ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഡിസയർ ഫോർ സവർ തിങ്സ്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു കീനോട്ട് തന്നെ പറഞ്ഞായിരുന്നു, എന്താണ്? ദർ ഈസ് തേഴ്സ്റ്റ് ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കോൾഡ് വാട്ടർ. ബ്രയോണിയൻ്റെ സിംറ്റമാണ്. പിന്നെ ഇവരുടെ റീഗർജിറ്റേഷൻസും ഹോൾ സ്റ്റൊമക്ക് ഇവർക്കൊരു സവർ ഫീലിംഗ് ആണ്. ഒരു പുളിച്ച് തേട്ടൽ, അങ്ങനത്തെ ഒരു പുളിച്ച ഒരു ഇതൊക്കെ ആയിരിക്കും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിത്ത് ആസിഡ് ഇറക്റ്റേഷൻസ്, പുളിയും ആസിഡും. അപ്പോൾ ആസിഡിറ്റിയും ഉണ്ടാവും, അതിൻ്റെ കൂടെ ആ ഒരു സവർനെസ് ആണ് ഇതിന് മാർക്കഡായിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഈവൻ ദോ ദ പേഷ്യൻ ഫീൽ സവർ, അതിൻ്റെ ഇറക്റ്റേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം ബെൽച്ചിങ്ങും എല്ലാം തന്നെ ഒരു ആസിഡ് ഇറക്റ്റേഷനും ഒക്കെ തന്നെയാണെങ്കിലും പേഷ്യൻ ഡിസയർ ഫോർ സവർ തിങ്സ് ആണ്. പേഷ്യൻ ഈസ് ക്രേവിങ് അല്ലെങ്കിൽ ഡിസയർ ഫോർ സവർ തിങ്സ്. അതൊരു പ്രത്യേകതയാണ്. വെച്ചാൽ എല്ലാ അബ്ഡോമിനൽ കംപ്ലയിൻസും ഗ്രേറ്റ് സവർനെസ് ആണെങ്കിൽ പോലും പേഷ്യൻ ഡിസയർ ഫോർ സവർ തിങ്സ്. ആൻഡ് ദർ ഈസ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. പിന്നെ തേഴ്സ്റ്റ് ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കോൾഡ് വാട്ടർ. പിന്നെ ഇതിനകത്ത് പറയുന്നത് വോമിറ്റിംഗ് ഓഫ് ഹോട്ട് ഫ്രോത്തി മ്യൂക്കസ്, ഹാർട്ട് ബേൺ, ഗാഗിങ് ഓർ എംറ്റി റെച്ചിങ് ആൻഡ് വോമിറ്റിംഗ് ഓഫ് മിൽക്ക്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഗാഗിങ് ഓർ എംറ്റി റെച്ചിങ് ആണ്. അപ്പോൾ നമ്മൾ എപ്പിക്കാക്ക് എടുക്കുകയാണ്. എപ്പിക്കാക്ക് എടുക്കുമ്പോഴത്തേനും എന്താണ്? എപ്പിക്കാക്കിന് കണ്ടിന്യൂസ് നോസിയും വോമിറ്റിങ്ങും ഉണ്ട്. പക്ഷേ അതേപോലെ തന്നെ പോഡോഫില്ലത്തിലും ഇതേപോലെ ഗാഗിങ്ങും മറ്റ് നോസിയ പോലത്തെ ഉണ്ട്. പക്ഷേ ഇവിടെ എംറ്റി ആണ്, അതായത് വോമിറ്റ് ചെയ്ത് കളയുന്നില്ല. അതായത് ഇങ്ങനെ നോസി ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് കോൺസ്റ്റൻറ്റ് ഗാഗിങ് വിത്ത് എംറ്റി റെച്ചിങ്, അതായത് പുറത്തേക്കൊന്നും
വോമിറ്റ് ചെയ്ത് കളയുന്നില്ല. വോമിറ്റിംഗ് പോഡോഫില്ലത്തിൽ അത്ര മാർക്ക്ഡ് അല്ല കമ്പയർ ടു എപ്പിക്കാക്ക. എപ്പിക്കാക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ വോമിറ്റിംഗ് അത്ര മാർക്കിംഗ് അല്ല. പക്ഷേ എപ്പിക്കാക്കിനെ പോലെ തന്നെ നോസിയും ഗാഗിങ്ങും റെച്ചിങ്ങും ഒക്കെ ഉള്ള മെഡിസിനാണ് പോഡോഫില്ലം. പിന്നെ വോമിറ്റിംഗ് ഓഫ് മിൽക്ക് പറയുന്നുണ്ട്, വോമിറ്റിംഗ് ഓഫ് മിൽക്ക്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് അബ്ഡമനാണ്. അബ്ഡമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അബ്ഡമൻ ഡിസ്റ്റൻറ്റഡ് ആണ്. പിന്നെ എന്താ സെൻസേഷൻ, അബ്ഡമനകത്തൊരു നമ്മൾ റെക്ടം പറഞ്ഞു സെൻസേഷൻ ഓഫ് വീക്ക്നെസ് ഓർ എ സിങ്കിങ് ഫീലിംഗ്. അപ്പോൾ സെൻസേഷൻ ഓഫ് വീക്ക്നെസ് ഓർ സിങ്കിങ്, അബ്ഡമനകത്ത് സെൻസേഷൻ ഓഫ് വീക്ക്നെസ് ഓർ സിങ്കിങ്. പോഡോഫില്ലത്തിൻ്റെ പ്രത്യേകത ഈ സെൻസേഷൻ ഓഫ് വീക്ക്നെസ് ഓർ സിങ്കിങ് ഈസ് ഫെൽറ്റ് ഇൻ അബ്ഡമൻ ഓർ ഇൻ റെക്ടം. റെക്ടത്തിലും നമുക്ക് ഈ ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ പറഞ്ഞു അബ്ഡമനിൽ ദ പേഷ്യൻറ്റ് ക്യാൻ കംഫർട്ടബിളി ലൈ ഓൺലി ഓൺ അബ്ഡമൻ എന്നാണ് പറയുന്നത്. അതായത് ഈവൻ ഇൻ ദ ഏർലി മന്ത്സ് ഓഫ് പ്രഗ്നൻസി, പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും ലേഡി കിടക്കുന്നത് കമിഴ്ന്നായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ റെയറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അസിറ്റിക് ആസിഡിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻറ്റ് ലേഡി വരെ പ്രിഫർ ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ഡമനാണ്. പിന്നെ നമ്മൾ അബ്ഡമനകത്ത് ഒരു ലിവറിൻ്റെ സിംറ്റം പറഞ്ഞു എന്താണ് നമ്മൾ കാണുന്നത്, ലിവർ റീജിയൻ വളരെ സോർ ആൻഡ് ടെൻഡർ ആണെങ്കിൽ പോലും ബെറ്റർ ഫ്രം റബ്ബിങ് ദ പാർട്ട്. അപ്പോൾ പേഷ്യൻറ്റിന് ബെറ്റർ ഫ്രം റബ്ബിങ് ദ പാർട്ട്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, കോൺസ്റ്റൻ്റ്ലി റബ്ബിങ് ഓർ ഷേക്കിംഗ് ദ ലിവർ റീജിയൻ. പിന്നെ നമ്മൾ ഈ അബ്ഡമനകത്തുള്ള സിംറ്റംസിൽ ഈ പെയിനും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്ന ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ പറയുന്നുണ്ട്. പെയിൻ ആൻഡ് റംബ്ലിങ് അതെല്ലാം വിച്ച് ഈസ് ഫെൽറ്റ് ഇൻ ദ അസെൻഡിങ് കോളൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അസെൻഡിങ് കോളൻ. പിന്നെ ദർ വിൽ ബി എ റിട്രാക്ഷൻ ഓഫ് അബ്ഡമൽ മസിൽസ്, ക്രാമ്പ് ലൈക്ക് പെയിൻ ഇൻ ദ ബവൽസ് വിത്ത് റിട്രാക്ഷൻ ഓഫ് അബ്ഡമൽ. ക്രാമ്പിൻ്റെ സമയത്ത് വയറ്റിലെ മസിൽസ് എല്ലാം കൂടെ ഉള്ളിലേക്ക് പോകുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അതായത് ക്രാമ്പ് ലൈക്ക് പെയിൻ ഇൻ ദ ബവൽസ് വിത്ത് റിട്രാക്ഷൻ ഓഫ് അബ്ഡമൽ മസിൽസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അബ്ഡമൽ സിംറ്റം. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഇതിൻ്റെ റെക്ടൽ സിംറ്റം. ഇപ്പോൾ നമ്മൾ റെക്ടത്തിൽ പറയുന്നത് പോഡോഫില്ലം എന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിന് ആൾട്ടർനേറ്റിംഗ് സ്റ്റേറ്റ്സ് ഉള്ള മെഡിസിനാണ്. അതായത് ഡയറിയ ഓൾട്ടർനേറ്റിംഗ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ ഓൾട്ടർനേറ്റിംഗ് വിത്ത് ഹെഡേക്കിൻ്റെ കാര്യമാണ് അത്, ഓൾട്ടർനേഷൻ വിത്ത് ഡയറിയ. അപ്പോൾ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് സ്റ്റേജ്. അപ്പോൾ ഒരു കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പോഡോഫില്ലം കൊടുക്കരുത് എന്നുള്ളതല്ല. അപ്പോൾ അതിൻ്റെ നമ്മൾ അവരുടെ കേസ് എടുത്ത് വരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കും, അവരുടെ മുമ്പേ ഒരു ഡയറിയ ആയിരുന്നു, പിന്നെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ ആ ആൾട്ടർനേറ്റിംഗ് സ്റ്റേറ്റ് നമ്മളിതിൽ നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഡയറിയ എന്ന് പറയുമ്പോൾ തന്നെ ഇൻഫൻസിയിലാകുമ്പോഴത്തേന് കോളറ ഇൻഫൻറ്റം, അതല്ലെങ്കിൽ കോളറ മോർബസ്. പിന്നെന്താണ്, ഡയറിയ ഓഫ് ലോങ് സ്റ്റാൻഡിങ് ആയിരിക്കും. ലോങ് സ്റ്റാൻഡിങ് ഡയറിയാണ്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്രോണിക് ഡയറിയ ആയിരിക്കില്ല. അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ക്രോണിക് ഡയറിയ ആയിരിക്കും. പിന്നെ മൊഡാലിറ്റി ഏർലി മോർണിംഗ് ഡയറിയാണ്. പക്ഷേ നേച്ചർ ഓഫ് സ്റ്റൂൾ എങ്ങനെയായിരിക്കും, അതായത് ടിൽ ഫോർനൂൺ ത്രൂ ഫോർനൂൺ വെച്ചാൽ ലൂസായിട്ടുള്ള ഡയറിയ തന്നെയായിരിക്കും. ബട്ട് ആഫ്റ്റർനൂൺ സെക്ഷനകത്ത് എന്താ, ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ നാച്ചുറൽ സ്റ്റൂൾ ഇൻ ദ ആഫ്റ്റർനൂൺ ആയിരിക്കും. അപ്പോൾ അടുത്ത രാവിലത്തെ രാവിലെ ആയിരിക്കും ഇവർക്ക് ഡയറിയ ഉണ്ടാവുക, രാവിലെ ഡയറി ഉണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് ആഫ്റ്റർനൂൺ സെക്ഷനിലേക്ക് ഇവർക്ക് ഇങ്ങനത്തെ സ്റ്റൂൾ, ദേ വിൽ ബി പാസിങ് എ നാച്ചുറൽ സ്റ്റൂൾ, അത് അലോസ് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന ഇതേപോലത്തെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടൈം ഡയറിയ ഡേ ടൈമിൽ മാത്രമുള്ളൊരു മെഡിസിൻ നമ്മുടെ മെഡിക്കലുള്ളൂ. അത് ഡയറിയ ഓൺലി ഡ്യൂറിങ് ഡേ ടൈം എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റൂൾ പാസ് ചെയ്യുന്നത് ഡേ ടൈം മാത്രം. അതായത് അബ്സല്യൂട്ടായിട്ട് നമുക്ക് പറയാം നൈറ്റിൽ ഒരിക്കലും ഡയറിയ ഉണ്ടാവാത്ത മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്രോളിയാണ്. ഡേ ടൈം ഡയറി പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളൊരു മെഡിസിനാണ് പെട്രോളിയം. പക്ഷേ പോഡോഫില്ലത്തിനകത്ത് ഡേ ടൈമായിട്ട് നമുക്ക് ഡയറിയ പറയാം, പക്ഷേ ഡയറിയ എവിടെ വരെ ഉള്ളൂ, ത്രൂ ഫോർനൂൺ മാത്രമാണ്. നമ്മൾ ആഫ്റ്റർനൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർനൂൺ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റൂൾ എന്തായിരിക്കും, ഡയറിയയുടെ പോലത്തെ ലൂസ് ആയിരിക്കില്ല. വെച്ചാൽ ദേ വിൽ ബി ഹാവിങ് നാച്ചുറൽ സ്റ്റൂൾ. പിന്നെ ഇതിൻ്റെ ഡയറിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അതായതൊക്കെയായിരുന്നു. ഡയറിയയുടെ ക്യാരക്ടറിസ്റ്റിക് പ്രൊഫ്യൂസാണ്, പ്യൂട്രിഡാണ്, പ്രൊലാപ്സ് ഓഫ് റെക്ടം ഉണ്ട്, പിന്നെ ഏതാണ് പെയിൻലെസ് ഡയറിയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു പല കളേഴ്സിൽ നമുക്ക് കാണാം. പോളിക്രോമാറ്റിക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാം. പോളിക്രോമാറ്റിക് അതായത് പല അപ്പിയറൻസ് ആണ്. ചോക്ക് ലൈക്ക് അപ്പിയറൻസ് കാണാം, ചിലതിനാണെങ്കിൽ അപ്പിയറൻസ് ഉണ്ടാവും, ജെല്ലി ലൈക്ക് അപ്പിയറൻസ്, പിന്നെ യെല്ലോ മീൽ ലൈക്ക് അപ്പിയറൻസ്, അങ്ങനെ പല കളേഴ്സ്. അതായത് പല സമയത്ത് പല കളർ. ക്ലേ കളേർഡ് സ്റ്റൂൾ അതും ഇതിനകത്ത് ഡയറിയിൽ പറയുന്നത്. ഈ ക്ലേ കളേർഡ് സ്റ്റൂൾ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഫിസിയോളജിയിലും പതോളജിയിലും ഒക്കെ ഏത് കണ്ടീഷനിലാണ് വരാറ്. ഈ ക്ലേ കളേർഡ് സ്റ്റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂൾ
സ്റ്റൂളിനകത്ത് നമുക്ക് ഈ സ്റ്റൂളിന് കളർ കൊടുക്കുന്ന ബിലിറൂബിൻ്റെ കണ്ടൻറ്റ് കുറയുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, യൂറോബിലിനോജൻ എന്ന് പറഞ്ഞ സാധനം വരാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റൂളിങ്ങനെ വൈറ്റ് അല്ലെങ്കിൽ ക്ലേ കളേർഡ് ആവുന്നത്. അപ്പോൾ മോസ്റ്റ്ലി അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ നമ്മൾ പറഞ്ഞു പോഡോഫില്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ റെമഡിയാണ്. അവിടെ ഗോൾ സ്റ്റോണിനുള്ള ടെൻഡൻസി വളരെ കൂടുതലുള്ള ഡ്രഗാണ്. അപ്പോൾ ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് പോലത്തെ കണ്ടീഷനിലാണ് ഈ ക്ലേ കളേർഡ് സ്റ്റൂൾ വരുന്നത്. പോഡോഫില്ലം ലിവർ റെമഡി ആയതുകൊണ്ട് തന്നെ സ്റ്റൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിൽ അഫെക്ഷനുണ്ട്. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ ഇൻ ദ ലിവർ, അപ്പോൾ ലിവറിൻ്റെ ഈ ബൈലിൻ്റെ ട്രാക്റ്റിലുണ്ടാകുന്ന ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ കൊണ്ടാണ് ഈ ബിലിയറി ഒബ്സ്ട്രക്ഷൻ ഉള്ള ആൾക്കാരിലാണ് നമ്മൾ ഈ ക്ലേ കളേർഡ് സ്റ്റൂൾ കാണുക. ഹെമറോയിഡ്സ് ഉണ്ട്. ഹെമറോയിഡ്സ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പൈൽസ് ആണ്. ഇനി ഇതിനകത്ത് റീജിയണൽസ് എന്ന് അറിയുന്നതിലും വേറെ ഇതിനകത്ത് പ്രധാനപ്പെട്ട സിംറ്റംസ് ഒന്നും തന്നെ ഇല്ല. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഡോഫില്ലത്തിൻ്റെ ഫീമെയിൽസ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. പോഡോഫില്ലം ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് പ്രൊലാപ്സ് ആണ്. പ്രൊലാപ്സ് ഓഫ് റെക്റ്റം ഉണ്ട്, പ്രൊലാപ്സ് ഓഫ് യൂട്രൈൻ. അതായത് പ്രൊലാപ്സ് ഫ്രം ലീസ്റ്റ് എക്സഷൻ ഒരു സ്ലൈറ്റസ്റ്റ് മോഷൻ്റെ സമയത്ത് പോലും പ്രൊലാപ്സ് ആണ്. അത് റെക്റ്റത്തിലാണ് പറയുന്നത്. റെക്റ്റത്തിന് ഫ്രം സ്ലൈറ്റസ്റ്റ് മോഷൻ അതല്ലെങ്കിൽ എക്സേഷൻ അല്ലെങ്കിൽ പ്രൊലാപ്സ് ഡ്യൂറിങ് സ്റ്റൂൾ അല്ലെങ്കിൽ ആഫ്റ്റർ സ്റ്റൂൾ. അപ്പോൾ സ്റ്റൂളിൻ്റെ സമയത്തും സ്റ്റൂൾ കഴിഞ്ഞിട്ടും ഇവരിൽ പ്രൊലാപ്സ് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫീമെയിൽ സിംറ്റം എന്ന് പറഞ്ഞാൽ പ്രൊലാപ്സ് എവിടെയാണ്? പ്രൊലാപ്സ് ഓഫ് യൂട്രസ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ആൾക്കാരിലുള്ള പ്രൊലാപ്സാണ്? പ്രൊലാപ്സ് എസ്പെഷ്യലി ഫ്രം ഓവർ ലിഫ്റ്റിംഗ്. കംപ്ലയിൻസ് ഫ്രം ഓവർ ലിഫ്റ്റിംഗ് വേറെ മെഡിസിൻസ് എന്ന് കഴിഞ്ഞാൽ റെസ്റ്റോക്സ്, നെക്സോമിക്ക അങ്ങനത്തെ കുറേ മെഡിസിൻസ് ഉണ്ട്. കംപ്ലയിൻസ് ഫ്രം ഓവർ ലിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഹാർഡായിട്ട് വർക്ക് ചെയ്തിട്ട് വലിയ ഭാരപ്പെട്ട ജോലി ചെയ്യുന്ന സ്ത്രീകളിലുണ്ടാവുന്ന പ്രൊലാപ്സ്, അതാണ് പ്രൊലാപ്സ് ഫ്രം ഓവർ ലിഫ്റ്റിംഗ്, അതാണ് പ്രൊലാപ്സ് വരുന്നത്. പിന്നെ ഇതിനകത്ത് പോഡോഫില്ലം റൈറ്റ് സൈഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കീ ആയിട്ടുള്ള അഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ റൈറ്റ് ഓവറി ആൻഡ് പെയിൻ റേഡിയേറ്റിംഗ് ടു ദാറ്റ് സൈഡ്, ആ റൈറ്റ് സൈഡിലോട്ട് അത് റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ റൈറ്റ് സൈഡഡ് ആയിരിക്കും പോഡോഫില്ലത്തിന്. പിന്നെ പോഡോഫില്ലത്തിന് ഓവറിയിൽ വളരെ നല്ല ആക്ഷനാണ്. അതുകൊണ്ട് പല ബുക്സിലും പറഞ്ഞിട്ടുണ്ട് പല ഓവേറിയൻ ക്യാൻസേഴ്സ് വരെ നമ്മൾ ഈ പോഡോഫില്ലം കൊടുത്തിട്ട് ക്യൂർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫീമെയിൽ സിംറ്റംസ് ഇത്രയൊക്കെ തന്നെ ഫീമെയിൽ സിംറ്റംസ് ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഫീവർ ഓർത്ത് വെക്കാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫീവർ എന്തായിരുന്നു? ഫീവറിൻ്റെ പ്രത്യേകത ഫീവർ പരോക്സിസം അറ്റ് 7 AM. ഫീവർ പരോക്സിസം അറ്റ് 7 AM ആണ്. പിന്നെ ഫീവറിൻ്റെ സമയത്ത് ഭയങ്കര ലൊക്കേഷ്യസ് ആയിരിക്കും. പേഷ്യൻ്റ് വളരെ ടോക്കറ്റീവ് ആയിരിക്കും. ഈ ലൊക്കേഷ്യസ് ആയി കഴിഞ്ഞിട്ട് ഈ ലൊക്കേസിറ്റി മാർക്ക് ചെയ്ത് 2 സ്റ്റേജാണ്, ഡ്യൂറിങ് ചിൽ സ്റ്റേജ് ആൻഡ് ഹീറ്റ് സ്റ്റേജ്. പിന്നെ സ്വെറ്റ് സ്റ്റേജിൽ പേഷ്യൻ്റ് ഒരു സ്ലീപ്പി ആവും. അപ്പോൾ അതായത് നമ്മളൊരു പേഷ്യൻ്റ് ഫീവർ വന്ന് ആഫ്റ്റർ ഒരു സ്ലീപ്പൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഹി ഡോണ്ട് റിമെമ്പർ വാട്ട് ഹി ഹാഡ് സെഡ് ഡ്യൂറിങ് ഹിസ് ഫീവർ. അതായത് ആ ഫീവർ കണ്ടീഷനിൽ ഇയാൾ വായി തോന്നി എന്തൊക്കെയോ വിളിച്ച് പറയുന്നുള്ള ഒരു ഇതാണ്. അത് ലൊക്കേഷ്യസ് ആയിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഫീവർ പനിച്ച് സ്വെറ്റൊക്കെ കഴിഞ്ഞ് അയാളത് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ അയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അയാൾ എന്താ പറഞ്ഞത്. ഇതാണ് പോഡോഫില്ലത്തിൻ്റെ ഫീവർ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതോടുകൂടി നമ്മൾ പോഡോഫില്ലം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇരിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ക്ലാസ് പറയാറില്ല നിങ്ങൾ നാഷ് വായിക്കൂ, കൻഡ് വായിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഡ്രഗിൻ്റെ പിക്ചർ കിട്ടണമെങ്കിൽ ആ ഒരേ ഡ്രഗ് പല ബുക്സിൽ വായിക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു എക്സാക്ട് പിക്ചർ. അപ്പം ഞാൻ ജസ്റ്റ് നമ്മൾക്ക് പല ബുക്സിൻ്റെ ഇടയിൽ കൂടെ വായിച്ചു പോയിട്ട് നമുക്കൊരു ക്യാരക്ടേഴ്സ് എല്ലാ ബുക്സിലും ഒരു ഡ്രഗ് എല്ലാ ബുക്കിലും കാണുന്ന നേരം എന്തായിരിക്കും? സെയിം സിംറ്റംസ്. പക്ഷേ ചില ഓതേഴ്സ് ചിലതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ചിലത് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ചില പോർഷൻസ് ഞാനും വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊരു റിവ്യൂ നടത്താം. റിവ്യൂ ത്രൂ ദ ലിറ്ററേച്ചേഴ്സ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ് നാഷിൻ്റെ. അപ്പോൾ നാഷ് പറയുന്നത് എന്താണ്? അതിന് നമ്പർ ഇട്ടിട്ടാണ് സിംറ്റം പറഞ്ഞിരിക്കുന്നത്. ദ ഡയറി ഓഫ് പോഡോഫില്ലം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ നമ്പർ 1 എന്താണ്? ഫസ്റ്റ് ഈസ് പ്രൊഫ്യൂസ്നെസ് ഓഫ് ദ സ്റ്റൂൾ, സെക്കൻഡ് ഈസ് ഇറ്റ്സ് ഒഫൻസീവ്നെസ്, തേർഡ് ഈസ് അഗ്രവേഷൻ ഇൻ ദ മോർണിംഗ്, ഹോട്ട് വെദർ ആൻഡ് ഡ്യൂറിങ് ഡെൻഡിഷൻ.